മൂരികളുടെ പുതിയൊരു ക്യാപ്സ്യൂൾ വന്നിട്ടാ. ആര് കുമ്പിട്ടെന്നാലും ഞമ്മള് വാദിക്കും. അൽഹംദുലില്ലാ റാഹത്ത് 5 കൊല്ലം. നിങ്ങളെ പോലത്തെ ആളുകൾ എന്താണ് ഈ മൂരി ലീഗ് എന്നിങ്ങനെ വിളിക്കുന്നത് അറിയോ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മുസ്ലിം ലീഗിനും UDF-നും കോൺഗ്രസിനും ഒക്കെ എതിരായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നത്. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ പോട്ടെ. ഞങ്ങളെ മൂരി ലീഗ് എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങളെ ചന്ദ്രിക പത്രത്തിൽ വന്ന ഒരു അച്ചടിപ്പിശകിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പേരാണ് ഈ മൂരി ലീഗ് എന്നുള്ളത് എന്നാണ് കേൾക്കുന്നത്. ഞാനത് കരുതുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബേസിലാണ് ഞങ്ങളെ മൂരി ലീഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങളെ ആളുകൾ അന്തംഗമ്മികൾ എന്താ വിളിക്കുന്നവരെയോ, അടിമകൾ എന്താ വിളിക്കുന്നവരെയോ, അതെൻ്റെ ഈ വീഡിയോ അതുപോലുള്ള വീഡിയോസുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന വിഷയങ്ങളും ഇതൊക്കെ മറ്റേ കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ നേതാക്കന്മാരെ തിരുത്താൻ തയ്യാറാവാറുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നടക്കുന്ന ഓരോ വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ ആയാലും ലീഗിൻ്റെ ആയാലും ആരത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്. അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ എനിക്ക് KMCC-കാരുടെ ഭാഗത്തുനിന്നും ഇവിടെ ഷെറഫീലിലെ KMCC-കാരുടെ ഭാഗത്തുനിന്ന് അടക്കം അതിൽ മോശപ്പെട്ട വാക്കുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഷംസു സാഹിബിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് വലിയ അതൊന്നും ഞാൻ അങ്ങനത്തെ ഒന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. അതില്ല, ഞാൻ പറയും. തെറ്റ് കണ്ടാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിൽ വരാം. നിങ്ങളെന്താ അടിമകൾ അന്തംഗമ്മികൾ എന്ന് വിളിക്കുന്നവരോ? നിങ്ങൾ ഒരു പാർട്ടിക്ക് നിങ്ങളെ അതങ്ങോട്ട് അടിയറ വെച്ചിക്കാണ്, അടിമപ്പെടുത്തിക്കാണ്, പണയം വെച്ചിക്കാണ്. നിങ്ങളെ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളെ ഒരു പ്രൊഫൈലും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നേ വരെ ഞങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരായിട്ടാണോ? ഒരിക്കലും അല്ല. തെറ്റുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്, പറ്റുന്ന ആളുകൾ നിങ്ങളാണ്, അതിലൊരു സംശയമില്ല. ഇവരൊക്കെ ഇപ്പോൾ ഈ നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവരെ ഇതുമായിട്ടുള്ള ഒരു ഇതിലുണ്ടായിരിക്കും, അവർക്ക് ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, അതിന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരു പുറുക്ക എന്നെ പോലത്തെ ഓരോ അടിമകൾ എന്തെങ്കിലും അതിനെതിരെ ഒരു നാവ് കൊണ്ടെങ്കിലും ഒരു വോയിസ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെതിരെ, നിങ്ങളെ ഗോവിന്ദൻ്റെ പൊട്ടത്തരത്തിനെതിരെ, അങ്ങനത്തെ ഓരോ വിഷയങ്ങളിൽ നിങ്ങളെ പാർട്ടിക്ക് പറ്റുന്ന വീഴ്ചകൾ ഒരാളെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതേപോലെ കടന്നുകാണ്ടി പുറത്തിരുന്ന് കണ്ട് 35 സീറ്റുമായിട്ട് മോങ്ങണ്ടി വരുമായിരുന്നോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളുടെ ഇതിലാണ് നിങ്ങളെ അടിമകളാക്കിയ ആളുകൾ ആക്കുന്നത്. അടിമകൾ എന്ന് പറയുന്നത് അതിനാണ്. ഇപ്പം നമ്മളെ തിരുവനന്തപുരത്ത് നടന്ന പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ആയിട്ട് പിണറായി വിജയൻ്റെ മകളെ റെയ്ഡ് ചെയ്തതിന് നിങ്ങളെ അണികളെന്ന് തിഹാർ ജയിലാണ് കിടക്കുന്നത്. അതാണ് അടിമകൾ എന്ന് പറയുന്നത്. ഏതാന്ന് മനസ്സിലാക്കാനും എവിടെ എന്താണെന്നില്ല തെറ്റുകൾ അപ്പം തിരുത്തിയിട്ട് മുന്നോട്ട് പോവുക. ഒരു വാപ്പാനും മുമ്പിനും കുമ്പിട്ടേക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ എന്താണിത്, ഇതിനെയൊക്കെ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്, പാടില്ല, തിരുത്തണം എന്നുള്ളത്. നിങ്ങളെ വള്ളാപ്പള്ളി പിണറായി കാറ് കയറ്റിക്കൊണ്ടുപോയതും സ്റ്റേജിലെത്തിയതും വീട്ടിൽ പോയതും അങ്ങനത്തതൊക്കെ എന്തെങ്കിലുമായിട്ട് ഒരാളെങ്കിലും നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നോ? അത് ശരിയല്ല, തെറ്റാണ്. ഞങ്ങളെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളിങ്ങനെ പറയും, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എത്ര ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹക്കന്മാർ. അത് മോശമാണ്. പക്ഷേ അത് പബ്ലിക്കിൽ വന്ന് പറയാനല്ല, ആണത്തല്ല, ആർജവല്ല. അതിനാണ് അടിമത്തം എന്ന് പറയുന്നത്. അടിയറ വെക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഞങ്ങളും തമ്മിലുള്ള മാറ്റം. അത് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആരെ മുമ്പിൽ കാര്യങ്ങൾ തുറന്ന് പറയും, തെറ്റും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഗഡ്സില്ല. അതിനാണ് എന്നെ അന്തംഗമ്മി അടിമ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി പോയി ചിരിച്ചോ.